നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങൾ തലമുറകൾക്ക് സന്തോഷമുണ്ടാകുന്നതായിരിക്കുന്ന ഈ സുവിശേഷത്തെ നിങ്ങൾ എന്താണ് ഹൃദയ കാഠിന്യ നിമിത്തവും പാപത്തിനോടുള്ള സ്നേഹ നിമിത്തവും കേവലമായിരിക്കുന്ന മതഭക്തിയും പാരമ്പര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഏതാനും രാഷ്ട്രീയ പ്രവർത്തകരുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇച്ഛയ്ക്കൊത്തവണ്ണവും നിങ്ങളുടെ സ്വന്തം ജീവനെ നിങ്ങൾ നരകാട്ടിലേക്ക് തള്ളിക്കളയാതിരിക്കാൻ അല്പസമയം കേട്ടുകൊള്ളുവിന്. എത്രയോ പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്നു. ഒരു പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു, അനേക സ്ഥാനാർത്ഥികളുടെ പ്രസംഗം നമ്മൾ കേട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റോഡുകൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചു തരാമെന്ന് അവർ വാക്ക് തന്നാലും നമ്മുടെ വഴികൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചാലും പ്രിയപ്പെട്ടവരെ നിന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നീ പുറമേ ചിരിക്കുന്നു, സത്യം തന്നെ. പുറമെ നീ സന്തോഷിക്കുന്നു, അത് ശരി തന്നെ. നീ കൂട്ടുകാരോട് കൂടെ കൂടുമ്പോൾ ഞങ്ങളെ പോലുള്ള ഉപദേശമാരെ എന്താണ് പരിഹസിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, ഒക്കെ ശരി തന്നെ. പുരുഷന്മാരെ നിങ്ങൾ മറ്റുള്ളവരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. ആർക്കും ആരോടും ക്ഷമിക്കാൻ കഴിയാത്തവണ്ണം ഉന്നതവും നെഗളവുമായിരിക്കുന്ന അനുഭവത്തിൽ നമ്മൾ കടന്നു പോകുന്നു. എങ്കിലും ഞാൻ നിങ്ങളുടെ ഒരു കാര്യം വ്യക്തിപരമായിട്ട് ചോദിച്ചോട്ടെ. നിങ്ങൾ ഏത് ജാതി മത്സരമായാലും ശരി, ഇനി പള്ളിയിൽ അച്ഛനോ തിരുമേനി ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഏകാന്തതയിൽ നിങ്ങളെല്ലാം കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടിയല്ലേ കടന്നു പോകുന്നത്? നിങ്ങളുടെ ഏകാന്തതയിൽ കഴിഞ്ഞ കാലങ്ങൾ ചെയ്ത അനേക തെറ്റുകളെ പറ്റിയുള്ള കുറ്റബോധങ്ങൾ നിറഞ്ഞു കവിയുകയില്ലയോ? പ്രിയപ്പെട്ടവരെ, കടബാധ്യതകളും രോഗങ്ങളും കുടുംബ തകർച്ചകളും മക്കളെ ചൊല്ലിയുള്ള വിലാപങ്ങളും ഇതെല്ലാം നിന്റെ ഹൃദയത്തിൽ ഒതുക്കി നീ വീണ്ടും വീണ്ടും എന്താണ് പാപം ചെയ്യുന്നതോറും നിന്റെ ഹൃദയം കഠിനപ്പെട്ടിട്ട് ഓരോ ദിവസം കഴിയുന്നതോറും മദ്യത്തിലും മറ്റു വിധമായിരിക്കുന്ന പാപത്തിലും ആകർഷരായിട്ട് ഈ ഭൂമിയിലെ ജീവിതവും അവസാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഓരോരുത്തരും താന്താന്റെ വഴിയിൽ കൂടെ ഇരുട്ടിന്റെ ഗഹ്വരങ്ങളിൽ കൂടെ പോയി ഒടുക്കുകയാണ്. അപ്പോഴാണ് യേശുക്രിസ്തു പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിട്ടോ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും.